നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ലോകത്തെ ഭീതിയിലാഴ്ത്തി വീണ്ടും സുനാമി. റഷ്യയുടെ കാംചാക്ക തീരത്ത് 8.7 തീവ്രത രേഖപ്പെടുത്തി വൻ ഭൂചലനം. പിന്നാലെ ജപ്പാൻ റഷ്യ തീരങ്ങളിൽ ആഞ്ഞടിച്ച് സുനാമി. തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. അമേരിക്കയിലെ ചില പ്രദേശങ്ങളിൽ സുനാമി സാധ്യത ഫുക്കുഷിമ ആണവ നിലയം ഒഴിപ്പിച്ചു. 2011 ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഭൂചലനം. സുനാമി ജാഗ്രതാ നിർദ്ദേശവുമായി സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ. കാലിഫോർണിയ, US വെസ്റ്റ് കോസ്റ്റ് സംസ്ഥാനങ്ങൾ, ഹവായ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ പൗരന്മാർക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം ബംഗാൾ ഉൾക്കടലിൽ ഭൂചലനം. 6.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ചൊവ്വാഴ്ച പുലർച്ചെ 12:11 സുനാമി ഭീഷണിയില്ല എന്ന് അധികൃതർ. കാനഡയിൽ ചെറുവിമാനം തകർന്ന് മലയാളി യുവാവ് തിരുവനന്തപുരം സ്വദേശി ഗൗതം സന്തോഷ് അടക്കം 2 മരണം. അപകടം ന്യൂഫാൻഡ്ലാൻഡിലെ ഡീർ തടാകത്തിന് സമീപം. ഗാസയിലെ ആക്രമണം അവസാനിപ്പിച്ചില്ല എങ്കിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ബ്രിട്ടൻ. ഡൊണാൾഡ് ട്രംപ് തന്റെ ഏറ്റവും കടുത്ത താരിഫ് ഭീഷണികൾ കുറച്ചു കൊണ്ടുവന്നതോടെ ഈ വർഷം ആഗോള വളർച്ച മുൻപ് പ്രതീക്ഷിച്ചതിലും ശക്തമാകുമെന്ന പ്രതീക്ഷയിൽ IMF. വീണ്ടും അധികാരത്തിലേറിയാൽ ഡോക്ടർമാർ സമരം ചെയ്യുന്നത് നിരോധിക്കുമെന്ന നിർണായക പ്രഖ്യാപനവുമായി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെഡ്നോക്ക്. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ക്ഷമ പരീക്ഷിക്കുകയാണ് എന്നും കെമി. തുടർച്ചയായ 6ാം മാസവും UK-യിൽ ഭക്ഷ്യവില വർദ്ധിച്ചതായി റിപ്പോർട്ട്. ജൂലൈ വരെയുള്ള കാലയളവിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിച്ചത് 4%. കുവൈറ്റിൽ തീവ്രവാദ ധനസഹായവും കള്ളപ്പണം വെളുപ്പിക്കലുമായും ബന്ധപ്പെട്ട വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പുതുക്കിയ ദേശീയ പട്ടിക പുറത്തുവിട്ടു. ജൂണിൽ ബഹ്റൈൻ വിമാനത്താവളം വഴി യാത്ര ചെയ്തവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ്. വാർത്തകൾ വിശദമായി. ലോകത്തെ ഭീതിയിലാഴ്ത്തി വീണ്ടും സുനാമിയുടെ വരവ്. റഷ്യയുടെ കാംചാക്ക തീരത്തെ വൻ ഭൂചലനത്തിന് പിന്നാലെ ജപ്പാൻ റഷ്യ തീരങ്ങളിൽ സുനാമി. തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. അമേരിക്കയിലെ ചില പ്രദേശങ്ങളിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ട്. ജപ്പാന്റെ വടക്കുകിഴക്കൻ തീരത്ത് 3 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ഫുക്കുഷിമ ആണവ നിലയവും ഒഴിപ്പിച്ചു. ഇവിടത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചു. ജനങ്ങൾ തീരപ്രദേശങ്ങളിൽ നിന്ന് അടിയന്തരമായി മാറണമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. റഷ്യയിൽ വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. റഷ്യയുടെ കാംചാക്ക തീരത്താണ് വൻ ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 8.7 തീവ്രത രേഖപ്പെടുത്തി. പെട്രോപാവ്ലോവ്സ്കിൽ നിന്ന് 134 കിലോമീറ്റർ തെക്ക് കിഴക്കൻ ഭാഗത്താണ് പ്രഭവകേന്ദ്രം. 74 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രമെന്ന് USGS അറിയിച്ചു. 2011 ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഭൂചലനമാണിതെന്നാണ് റിപ്പോർട്ട്. അലാസ്ക ഉൾപ്പെടെയുള്ള മേഖലകളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജപ്പാന്റെ തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ നീക്കം തുടങ്ങി. റഷ്യയുടെ കാംചാക്ക തീരത്തുണ്ടായ ഭൂചലനത്തെ തുടർന്ന് അമേരിക്ക, ജപ്പാൻ തീരങ്ങളിൽ ഉൾപ്പെടെ സുനാമി മുന്നറിയിപ്പ് നൽകിയതോടെ ജാഗ്രതാ നിർദ്ദേശവുമായി സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ. കാലിഫോർണിയ, US വെസ്റ്റ് കോസ്റ്റ് സംസ്ഥാനങ്ങൾ, ഹവായ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ പൗരന്മാർക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. 4154366229 എന്നീ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ഇന്ത്യൻ കോൺസുലേറ്റ് പുറത്തിറക്കി. അമേരിക്കയുടെ മുന്നറിയിപ്പുകൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുക, സുനാമി മുന്നറിയിപ്പ് ലഭിച്ചാൽ ഉയർന്ന സ്ഥലത്തേക്ക് മാറുക, തീരപ്രദേശങ്ങൾ ഒഴിവാക്കുക, അടിയന്തര സാഹചര്യത്തിന് തയ്യാറെടുക്കുക, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ചാർജ് ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം ബംഗാൾ ഉൾക്കടലിൽ ഭൂചലനം. 6.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ചൊവ്വാഴ്ച പുലർച്ചെ 12:11 ഉണ്ടായത്. സുനാമി ഭീഷണി ഇല്ല എന്നും അധികൃതർ അറിയിച്ചു. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ പുറത്തുവിട്ട പ്രകാരം 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം രേഖപ്പെടുത്തിയത്. ഇന്തോനേഷ്യയിലെ ആഷെ പ്രവിശ്യയിൽ സബാങ്ങിന് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറായി 259 കിലോമീറ്റർ അകലെയാണ് ഭൂചലനം ഉണ്ടായത്. കാനഡയിൽ ചെറുവിമാനം തകർന്ന് മലയാളി യുവാവ് തിരുവനന്തപുരം സ്വദേശി ഗൗതം സന്തോഷ് കൊല്ലപ്പെട്ടു. ന്യൂഫൗണ്ട്ലാൻഡിലെ ഡീർ തടാകത്തിന് സമീപമാണ് അപകടം സംഭവിച്ചത്. ജൂലൈ 26 വൈകുന്നേരത്തോടെയാണ് അപകടം സംഭവിച്ചത്. 2 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഇരുവരും അപകടത്തിൽ മരിച്ചു. പെപ്പർ PA-31 നവാജോ ടിൻ എഞ്ചിൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ടൊറന്റോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ അനുശോചനം രേഖപ്പെടുത്തുകയും ഇരയുടെ കുടുംബത്തിന് എല്ലാ പിന്തുണയും സഹായവും നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. 27-കാരനായ ഗൗതം സന്തോഷ് ബ്രിട്ടീഷ് കൊളംബിയ ആസ്ഥാനമായിട്ടുള്ള ഡെൽറ്റ ആസ്ഥാനമായുള്ള കിസിക് ഏരിയൽ സർവേ ഇൻകോർപ്പറേറ്റഡിലാണ് ജോലി ചെയ്യുന്നത്. ഗൗതം സന്തോഷിന്റെ അപകടം നടക്കുമ്പോൾ വിമാനത്തിൽ 2 പേർ ഉണ്ടായിരുന്നുവെന്ന് റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. ഗൗതം സന്തോഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. ഈ മാസം ആദ്യം കാനഡയിലെ മാനിറ്റോബയിൽ പരിശീലന പറക്കലിനിടെ ഉണ്ടായ അപകടത്തിൽ തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷ് മരിച്ചിരുന്നു. ഇസ്രയേൽ ഗാസയിലെ ആക്രമണം അവസാനിപ്പിച്ചില്ല എങ്കിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി ബ്രിട്ടൻ. ഗാസയിലെ മനുഷ്യജീവിതം മെച്ചപ്പെടുത്താനും പ്രതിസന്ധി പരിഹരിക്കാനും സഹായം നൽകുന്നതിനായി ഐക്യരാഷ്ട്രസഭ അടക്കമുള്ളവരെ അനുവദിക്കണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. വെടിനിർത്തലിന് വേണ്ടി US, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ തങ്ങൾ പിന്തുണയ്ക്കുന്നതായും സ്റ്റാർമർ പറഞ്ഞു.
വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കണമെന്നും ഹമാസ് ഉടൻ ബന്ദികളെ മോചിപ്പിക്കണമെന്നും കെയർ സ്റ്റാർമർ ആവശ്യപ്പെട്ടു. ഗാസയിലെ ഭരണക്രമത്തിൽ ഹമാസിന് ഒരു പങ്കും ഉണ്ടാകരുതെന്നും സ്റ്റാർമർ നിബന്ധന വെച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സ്കോട്ട്ലൻഡിൽ വെച്ച് നടന്ന ചർച്ചകൾക്ക് പിന്നാലെയായിരുന്നു സ്റ്റാർമറുടെ പ്രഖ്യാപനം. തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് ടൈലാൻഡിന്റെ അമേരിക്ക വഴിയുള്ള ലാറ്റിൻ അമേരിക്കൻ യാത്ര മാറ്റിവെച്ചു. ന്യൂയോർക്ക് വഴി പോകാതെ ഗതാഗതം പുനഃക്രമീകരിക്കാൻ തായ്പേയിയോട് US ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. സന്ദർശനത്തെക്കുറിച്ച് ചൈന വാഷിംഗ്ടണുമായി എതിർപ്പ് ഉന്നയിച്ചതിനെ തുടർന്ന് ന്യൂയോർക്കിൽ ലായ്ക്ക് സ്റ്റോപ്പ് ഓവർ US അനുമതി നിഷേധിച്ചതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. പരമ്പരാഗതമായി തായ്വാൻ നേതാക്കളുടെ ഗതാഗതത്തിന് അമേരിക്ക സൗകര്യമൊരുക്കിയിരുന്നു. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുമായുള്ള വ്യാപാര കരാറിൽ ചർച്ച നടത്താൻ ശ്രമിക്കുന്ന സമയത്ത് ലായുടെ യാത്ര ബീജിംഗിനെ പ്രകോപിപ്പിക്കുമെന്ന കാരണത്താലാണ് US നടപടി. തായ്വാനിൽ നിരവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമായ ചുഴലിക്കാറ്റ് കാരണം തായ്വാൻ പ്രസിഡന്റ് സന്ദർശനം മാറ്റിവെച്ചതായി ഗ്വാട്ടിമാലയിലെ എംബസി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് തന്റെ ഏറ്റവും കടുത്ത താരിഫ് ഭീഷണികൾ കുറച്ചുകൊണ്ടുവന്നതോടെ ഈ വർഷം ആഗോള വളർച്ച മുൻപ് പ്രതീക്ഷിച്ചതിലും ശക്തമാകുമെന്ന പ്രതീക്ഷ ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. താരിഫുകളിലെ വർധനവ് ആഗോള വ്യാപാരത്തിൽ വിശാലമായ സാമ്പത്തിക വികാസത്തിന് കാരണമാകുമെന്ന് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള IMF പറഞ്ഞു. IMF മുഖ്യ സാമ്പത്തിക വിദഗ്ധനായ പിയറി ഒലിവിയർ ഗൗറിച്ചാസ് 2025 ആഗോള വളർച്ചയ്ക്കുള്ള പ്രവചനം ഏപ്രിലിലെ 2.8% നിന്ന് 3% ഉയർത്തി. 2026 പ്രതീക്ഷ 3% നിന്ന് 3.1% ഉയർത്തി. 2024 ആഗോള സമ്പദ് വ്യവസ്ഥ 3.3% വളർച്ച കൈവരിച്ചു. US-ലേക്കുള്ള സാധനങ്ങളുടെ ഇറക്കുമതി ജൂണിൽ $11.5 ബില്യൺ, കുറഞ്ഞത് $264.2 ബില്യൺ ആയി. ഈ വർഷം തുടക്കത്തിൽ കമ്പനികൾ ട്രംപിന്റെ താരിഫുകളെ മറികടക്കാൻ ശ്രമിച്ചതിനാൽ ഇറക്കുമതിയിൽ വർധനവുണ്ടായി. ഇത് ജൂണിൽ US വ്യാപാര കമ്മി $86 ബില്യൺ ആയി കുറച്ചു. മെയ് മാസത്തിൽ ഇത് $96.4 ബില്യൺ ആയിരുന്നു. ഈ വർഷം 1.2% വളർച്ച പ്രതീക്ഷിക്കുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള മിക്ക പ്രദേശങ്ങളും IMF-ന്റെ പട്ടികയിൽ പ്രതീക്ഷയേക്കാൾ 0.1% പോയിന്റുകൾ മുന്നിലാണ്. വീണ്ടും അധികാരത്തിലേറിയാൽ ഡോക്ടർമാർ സമരം ചെയ്യുന്നത് നിരോധിക്കുമെന്ന് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബേഡ്നോക്ക്. ഡോക്ടർമാരുടെ പ്രതിഷേധങ്ങൾ നിരോധിക്കാനായി നിയമ ഭേദഗതി കൊണ്ടുവരുമെന്നും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ക്ഷമ പരീക്ഷിക്കുകയാണ് എന്നും അവർ കുറ്റപ്പെടുത്തി. 18 മാസത്തിനിടെ 11 സമരങ്ങൾ ഡോക്ടർമാർ നടത്തിയെന്നും നിരവധി ജീവനുകൾ അപകടത്തിലാക്കിയെന്നും കെമി ബേഡ്നോക്ക് ആരോപിച്ചു. ഡോക്ടർമാരുടേത് സേവനമാണ്, തൊഴിലല്ല. ശമ്പള വർധനവ് എന്ന പേരിൽ നിരന്തരമായ സമരം നടത്തുന്നവർ ഇത് ആലോചിക്കണം. സർക്കാർ മികച്ച ശമ്പളം തന്നെയാണ് നൽകുന്നത്. അനാവശ്യ സമരമാണിതെന്ന് അവർ പറഞ്ഞു. തുടർച്ചയായ 6ാം മാസവും UK-യിൽ ഭക്ഷ്യവില വർദ്ധിച്ചു. ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം BRC സർവേ റിപ്പോർട്ട് പ്രകാരം ജൂലൈ വരെയുള്ള കാലയളവിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില 4% വർദ്ധിച്ചിരിക്കുന്നത്. ജൂണിൽ ഇത് 3.7% ആയിരുന്നു. ഭക്ഷണത്തിന്റെ വർദ്ധിച്ചു വരുന്ന വില UK-യിലെ മൊത്തത്തിലുള്ള പണപ്പെരുപ്പ നിരക്കിൽ വർധനവിന് കാരണമായി. ആഗോളതലത്തിൽ വിതരണം കർശനമായത് മാംസം, ചായ തുടങ്ങിയ അവശ്യ വസ്തുക്കളുടെ വില കൂടുന്നതിന് കാരണമായി എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള ഫ്രഷ് ഫുഡിന്റെ വില 3.2% തന്നെ തുടരുന്നുവെന്ന് സർവേയിൽ കണ്ടെത്തി. എന്നാൽ ചായ, മാംസം തുടങ്ങിയവയുടെ വിലയിൽ 5.1% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കോഴിയുടെ വില 2 വർഷത്തിനിടെ കിലോയ്ക്ക് 2.85 പൗണ്ടിൽ നിന്ന് 5.5 പൗണ്ട് ഇരട്ടിയായാണ് ഉയർന്നത്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുതിയ ഡേറ്റ പ്രകാരം UK-യിലെ പണപ്പെരുപ്പം ജൂണിൽ 3.6% ഉയർന്നത്. ജൂണിൽ ഇത് 3.4% ആയിരുന്നു. UK-യിലെ കുടുംബങ്ങൾക്ക് പലചരക്ക് സാധനങ്ങൾക്കായി ഒരു വർഷത്തേക്ക് ഏകദേശം 5283 പൗണ്ട് ചെലവാകുന്നു. ഗാസയിലെ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയുടെ പേരിൽ 80 ബില്യൺ പൗണ്ടിന്റെ ഹൊറൈസൺ ശാസ്ത്ര ഗവേഷണ പരിപാടിയിൽ നിന്ന് ഇസ്രായേലിനെ ഭാഗികമായി സസ്പെൻഡ് ചെയ്യാൻ യൂറോപ്യൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഗാസയിലെ യഥാർത്ഥ പട്ടിണി തടയാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തിനു പിന്നാലെയാണ് ഈ നടപടി. ചൊവ്വാഴ്ച ഭക്ഷ്യ പ്രതിസന്ധികളെ കുറിച്ചുള്ള പ്രമുഖ അന്താരാഷ്ട്ര അതോറിറ്റിയായ ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ ഗാസയിൽ ഏറ്റവും മോശം ക്ഷാമം നിലവിൽ നിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഡബ്ലിനിൽ ഇന്ത്യക്കാരന് നേരെ വീണ്ടും ആക്രമണം നടന്നതായി പരാതി. സന്തോഷ് യാദവ് എന്ന യുവാവാണ് തന്റെ അപ്പാർട്ട്മെന്റ് പരിസരത്ത് വെച്ച് ക്രൂരമായ വംശീയ ആക്രമണം നേരിടേണ്ടി വന്നതായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ അറിയിച്ചത്. താമസ സ്ഥലത്തിൽ സംഘം ചേർന്ന് വന്ന ഐറിഷുകാരായ ഏതാനും കൗമാരക്കാർ തന്നെ പിന്നിൽ നിന്നും ആക്രമിക്കുകയും കണ്ണട പിടിച്ചു പറിച്ച് നശിപ്പിക്കുകയും തലയിലും മുഖത്തും മറ്റു ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ മർദ്ദിക്കുകയും ചെയ്തതായാണ് യുവാവ് പറയുന്നത്. ആക്രമണത്തിൽ കവളിലിന് പരിക്കേറ്റ താൻ വിവരം ഗാർഡയെ അറിയിക്കുകയും ആംബുലൻസിൽ ബ്ലാഞ്ചാർഡ്സ് ടൗൺ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടിയെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോളതലത്തിലുള്ള പ്രവാസി മലയാളികൾക്കായി വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാ സാംസ്കാരിക വേദിയുടെ 22ാം സമ്മേളനം ജൂലൈ 26-ാം തീയതി വൈകിട്ട് വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ അർബീനു ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും ജനസേവാ ശിശുഭവൻ സ്ഥാപകനും ചെയർമാനുമായ ജോസ് മാവേലിയും മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജോസ് തെറ്റയിലും മുഖ്യാതിഥികളായിരുന്നു.
തെരുവുമക്കളില്ലാത്ത ഭാരതവും തെരുവു നായ്ക്കളില്ലാത്ത കേരളവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചകളായിരുന്നു 22ാം കലാ സാംസ്കാരിക വേദിയിലെ മുഖ്യ അജണ്ട. യൂറോപ്പിലെ പ്രശസ്ത ഗായകനായ സോബിച്ചൻ ചേന്നങ്കരയുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച പൊതുപരിപാടികളിലേക്ക് വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ജോളി എം പടയാട്ടിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ലോകത്ത് തന്നെ സമാനതകളില്ലാത്ത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രദേശം കൂടിയാണ് കേരളം. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായി കഴിയുന്ന പ്രവാസ സഹോദരങ്ങൾ എല്ലാവരും തന്നെ വിപുലമായ അനുഭവ സമ്പത്തും ജീവിത പരിചയവും അറിവുകളും സമ്പാദിച്ചിട്ടുള്ളവരാണെന്നും ഈ അനുഭവ സമ്പത്തുകളും അറിവുകളും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നത് അനിവാര്യമാണ് എന്നും അതിനായി സംസ്ഥാന ഗവൺമെന്റ് വിവിധ അവസരങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും മന്ത്രി ഡോക്ടർ ആർ ബിനു പറഞ്ഞു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ചെയർമാൻ ഗോപാലപിള്ള, ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ തിരഞ്ഞെടുത്ത വിഷയത്തെ ഗ്ലോബൽ ചെയർമാൻ ഗോപാലപിള്ള പ്രത്യേകം അഭിനന്ദിച്ചു. സാമൂഹ്യ നന്മയെ കണ്ടുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് വേൾഡ് മലയാളി കൗൺസിലിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ റീജിയനെയും അതിന്റെ നേതൃത്വം നൽകുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നതായി ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി പറഞ്ഞു. കഴിഞ്ഞ ഗ്ലോബൽ കോൺഫറൻസിനോടനുബന്ധിച്ച് പാർപ്പിടമില്ലാത്തവർക്ക് 5 വീട് നിർമ്മിച്ചു നൽകിയതും അദ്ദേഹം ഓർത്തെടുത്തു. വേൾഡ് മലയാളി കൗൺസിൽ സിൽവർ ജൂബിലി ആഘോഷിച്ചപ്പോൾ AVR ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് രോഗികൾക്കും അവരുടെ ആശ്രിതർക്കും താമസിക്കുവാനായി 5 റൂമുകൾ സംഭാവന നൽകിയെന്നത് എടുത്തു പറയേണ്ട നേട്ടമാണ്. തെരുവിലെ കുട്ടികളുടെ ദയനീയതയ്ക്ക് കൈത്താങ്ങാൻ ഇടയാക്കിയ മഹത് നിമിഷങ്ങൾ ജോസ് മാവേലി ചടങ്ങിൽ സംസാരിക്കവേ ഓർത്തെടുത്തു. ലോക നൃത്ത മത്സരം UK വന്നപ്പോൾ വിക്ടറി സ്റ്റാൻഡിൽ നിന്നത് 2 മലയാളി നർത്തകർ. ലോകവേദിയിൽ നൃത്ത ചുവടുകൾ വെക്കാനായത് മാഞ്ചസ്റ്ററിലെ കീർത്തനയ്ക്കും നവമിക്കും. UK വിരുന്നു വന്ന 1500 പേർക്കിടയിൽ അപൂർവ അവസരം ലഭിച്ച മലയാളി പെൺകുട്ടികൾ അഭിമാനമാകുന്നു. ബിർമിംഗ്ഹാമിൽ അവസാനിച്ച ലോക നൃത്തവേദിയായ ഗ്ലോബൽ ഡാൻസ് ഓപ്പൺ 2025 എന്ന ആഗോള നൃത്ത മത്സരവേദിയിൽ എത്തിയ മാഞ്ചസ്റ്ററിന് അടുത്ത സ്റ്റോക്ക് പോർട്ടിലെ കീർത്തനയും ഡെന്റണിലെ നവമിയും വീട്ടിലേക്ക് മടങ്ങിയത് ഫോക്ലോർ വിഭാഗത്തിലെ 2ാം സ്ഥാനവും നേടിയാണ്. അതുപോലെ നവമി സരീഷ് ഹിപ് ഹോപ്പ് സോളോ വിഭാഗത്തിൽ 35 രാജ്യങ്ങളുമായി മത്സരിച്ച് 8ാം റാങ്കും നേടിയെന്നത് UK ഓരോ മലയാളി നർത്തകർക്കും അഭിമാന കാരണമാവുകയാണ്. നവമി സരീഷ് ഇതിനു മുൻപ് 1 തവണ ഇന്റർനാഷണൽ തലത്തിൽ തായ്ലൻഡിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഗോൾഡ് മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒരേ മലയാളി സംഘടനയിലെ അംഗങ്ങളായ കുടുംബത്തിലെ കുട്ടികൾ എന്ന നിലയ്ക്കാണ് 2 പ്രദേശങ്ങളിലായി താമസിക്കുന്ന കീർത്തനയ്ക്കും നവമിക്കും സുഹൃത്തുക്കളാകാൻ കഴിഞ്ഞതും ഇപ്പോൾ ഗ്ലോബൽ ഡാൻസ് ഓപ്പൺ എന്ന ലോകവേദിയിലേക്ക് നൃത്ത ചുവടുകൾ വെച്ച് എത്താനായതും. അൾട്ടിമേറ്റ് ഡാൻസ് പ്രൊഡക്ഷൻ എന്ന കമ്പനിയാണ് സാധാരണയായി യൂറോപ്പിലെ വിവിധ നഗരങ്ങളിൽ വെച്ച് ഈ ലോക നൃത്തവേദിക്ക് അവസരമൊരുക്കുന്നത്. ലോകത്തിലെ ഏതു ഭാഗത്തുള്ള നൃത്തവും കാണാൻ ഈ വേദിയിലെത്തിയാൽ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. കീർത്തനയും നവമിയും ബ്രിട്ടനെ പ്രതിനിധീകരിച്ച് ചെയ്തത് നാടോടി നൃത്തത്തിന് സമാനമായ ഫോക്ലോർ നൃത്ത ഇനമായിരുന്നു. ലോകത്തെവിടെ ചെന്നാലും ആരാധകരുള്ള ബാലറ്റ്, കണ്ടംപററി, ഹിപ് ഹോപ്പ്, ഫോക്ലോർ, ജാസ്, മ്യൂസിക്കൽ തിയേറ്റർ തുടങ്ങിയ ഒട്ടേറെ ഇനങ്ങളിലായിരുന്നു മത്സരം. ഫോക്ലോർ ഡ്യുവറ്റ് വിഭാഗത്തിൽ സീനിയർ മത്സരത്തിലാണ് കീർത്തനയും നവമിയും ഫസ്റ്റ് റണ്ണറപ്പായി മാറിയത്. നന്നേ ചെറുപ്പം മുതൽ ഡാൻസ് പരിശീലനം നടത്തിയിട്ടുള്ള നവമി വിവിധ ഡാൻസ് ഇനങ്ങളിൽ പ്രാവീണ്യം നേടിയ യുവ നർത്തകിയാണ്. മാഞ്ചസ്റ്ററിലെ ഡാൻസ് ടീച്ചർ കൂടിയാണ് നവമി സരീഷ്. മാതാപിതാക്കളായ സരീഷ് സിദ്ധാർത്ഥൻ, ശ്രുതി സരീഷ് എന്നിവർ നൽകുന്ന കലർപ്പില്ലാത്ത പിന്തുണയാണ് നവമിയെ നൃത്തവേദികളിൽ മനോഹരമായ ചുവടുകൾക്ക് പ്രാപ്തയാക്കുന്നത്. തൃശൂരിൽ വേരുകളുള്ള കുടുംബമാണ് നവമിയുടേത്. 20-ലെത്തിയ കീർത്തനയാകട്ടെ സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസുകളുടെ ആരാധിക കൂടിയാണ്. നന്നേ ചെറുപ്പത്തിലെ നൃത്ത പരിശീലനം തുടങ്ങിയ കീർത്തന കിട്ടുന്ന ഒരു വേദിയും വിട്ടുകളയാത്ത നർത്തകി കൂടിയാണ്. മാതാപിതാക്കളായ കൃഷ്ണദാസ് രാമാനുജവും ശ്രീജ കൃഷ്ണദാസും തന്നെയാണ് കീർത്തനയുടെ നൃത്തലോകത്തിൽ പൂർണ്ണ പങ്കാളികളായി കൂടെ നിൽക്കുന്നതും. പാലക്കാട് നിന്ന് കുടിയേറിയ കുടുംബമാണ് കീർത്തനയുടേത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey.